ഹലോ ഗൈസ്, ഇന്നിപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂരുള്ള ഭരണി മഹോത്സവത്തിനോടനുബന്ധിച്ചുള്ള കോഴിക്കല്ല് മൂട്ടിൽ കാണാൻ പോകണ്ട അമ്പലത്തിലേക്ക്. കൊടുങ്ങല്ലൂർ അമ്മയുടെ അമ്പലത്തിലേക്ക് നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ട ഗൈസ്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കുഞ്ഞൂട്ടൻ അപ്പോൾ ആദ്യമായിട്ടാണ് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വന്നെ. ഇത്ര നാളായിട്ട് അവൻ വന്നിട്ടുണ്ടായില്ല. പൊന്നിന് പരീക്ഷ കാരണം പൊന്നു വന്നില്ല, പഠിത്താണ്. അപ്പോൾ ഇവിടെ നിറയെ തോരണങ്ങൾ കണ്ട, നിറയെ തോരണങ്ങളാണ്. ഇതിൻ്റെ തലേ ദിവസം വരുന്ന പരിപാടി, മെയിൻ പരിപാടി, അന്ന് നമുക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കോഴിക്കല്ല് മൂടലാണ്, പട്ട് വെച്ചിട്ടുള്ള കോഴിക്കല്ല് മൂടൽ. അപ്പോൾ കുഞ്ഞോട്ട് പട്ട് മേടിക്കാനായിട്ട് പോവേണ്ട, മൂടാനായിട്ടുള്ള പട്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പട്ടൊക്കെ മേടിച്ചിട്ട് ഇനി അപ്പുറം നടയുടെ ഫ്രണ്ടിൽ പുറത്തായിട്ട് നേരെ അവിടെ പോയാണ് ഇത് മൂടേണ്ടത്. അപ്പം അങ്ങോട്ട് പോവാണ്. കുഞ്ഞുട്ടൻ ആകെ നല്ല ത്രില്ലിലാണ്. ഒന്നാമത് ആദ്യമായിട്ടാണ് വന്നത്. പിന്നെ ഈ സംഭവം, ഈ ചടങ്ങുകളൊക്കെ കണ്ടിട്ട് അവൻ ആകെ ഒരു വല്ലാത്ത ത്രില്ലിലാണ്. അപ്പോൾ നമ്മൾ പട്ട് ഇട്ട് മൂടിനോട്ട് നിൽക്കേണ്ട ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളൊരു സൈഡിലാണ്, എത്തിയിട്ടില്ല. ഓരോ ആൾക്കാരും വന്ന് മൂടി ദേ ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇതേ കുഞ്ഞുട്ടൻ അവിടെ പട്ട് മൂടാനായിട്ട് പട്ടും പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പട്ട് മൂടിട്ടാ, കുഞ്ഞുട്ടൻ്റെ പട്ടൊക്കെ മൂടി അവിടെ നിന്ന് കൊടുങ്ങല്ലൂർ അമ്മേനെ തൊഴുതു. എന്നിട്ട് ഇനി അകത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്മയുടെ അമ്പലം വളരെ ചരിത്ര പ്രധാനമുള്ളതും ഐതിഹ്യങ്ങൾ നിറഞ്ഞതുമായിട്ടുള്ള വളരെ പ്രശസ്തമായ ഒരു അമ്പലമാണ്. അപ്പോൾ ഇവിടെ കോമരങ്ങൾ ഉറഞ്ഞു തുള്ളാൻ ഒരു പരിപാടിയുണ്ട്. ആ ചടങ്ങ് മെയിനായിട്ട് കാണാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ വരാൻ ഇരുന്നത്. പക്ഷെ അത് കാണാൻ പറ്റിയില്ല. ഞങ്ങൾ പിറ്റേ ദിവസമാണ് വന്നത്. അപ്പോൾ ഒരാൾ പോലും കാണാൻ പറ്റിയില്ല. അപ്പോൾ അകത്ത് അമ്പലത്തിലേക്ക് കയറി തൊഴുത്, പിന്നെ പുറത്തുള്ള അമ്പലങ്ങളിൽ കുറേ ഉപപ്രതിഷ്ഠകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തൊഴുത്, വസൂരിമാല ഭഗവതിയുടെ ഉപപ്രതിഷ്ഠ അവിടെയും തൊഴുത്, പിന്നെ ക്ഷേത്രപാലകനുണ്ട് അപ്പുറത്ത്, അവിടെയും പോയി തൊഴുവണം. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അധികം തിരക്കൊന്നും ഉണ്ടായില്ല. നമ്മളൊരു ഏകദേശം 5:30-6 മണി ആ ഒരു ടൈമിലാണ് വന്നത്. അപ്പോൾ ക്ഷേത്രപാലകനെ തൊഴുവാനുള്ള പോക്കാണ്ട, അവിടെയും കൂടി കയറി തൊഴുവണം. അപ്പോൾ ഇവിടുത്തെ വഴിപാട് തേങ്ങ പൊട്ടിക്കണ ഒരു പ്രധാന വഴിപാടുണ്ട്. അതാണ്ടത് ഈ വിളക്കിന്റെ ബാക്കിലായിട്ട് കാണണത്. അപ്പം ഇനി 22-ാം തീയതി ഒരു അശ്വതി കാവ് തീണ്ടലുണ്ട്. അപ്പോൾ വരാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ വരാവുന്നതാണ്. അന്ന് പക്ഷെ അത്യാവശ്യം നല്ല തിരക്കായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ നിന്നൊരു സെൽഫി ഫോട്ടോ കുഞ്ഞോട്ടനായിട്ട് കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ സെൽഫി ഫോട്ടോ ഒക്കെ എടുത്തിട്ടാ. അപ്പോൾ ഇനി അപ്പുറം ഒരു ഉപപ്രതിഷ്ഠയുണ്ട്, അങ്ങോട്ട് തൊഴുവാനായിട്ട് പോവാണ്. നമ്മളിപ്പോൾ പോകുന്നത് തവിട്ടുമുത്തീനെ കാണാനാട്ടോ. തവിട്ടുമുത്തീനെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നല്ല തിരക്കല്ല, ഈ കാണുന്നൊരു തിരക്ക്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ നടക്കുന്ന സമയത്തൊക്കെ ഇതൊന്നും ആയിരിക്കില്ല കേട്ടോ. ഇതിൻ്റെയൊക്കെ ഒരു 100 ഇരട്ടി ആയിരിക്കും. അപ്പോൾ അവിടുത്തെ കുഞ്ഞുട്ടൻ ഈ ഒരു പൊടി പ്രസാദം അത് ഒഴിഞ്ഞ് അവിടെ തവിട്ടുമുത്തിയുടെ മേളിലേക്ക് ഇടണം. അതാണ് അവിടുത്തെ ചടങ്ങ്. അപ്പോൾ കുഞ്ഞുട്ടൻ അത് ചെയ്ത് ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവിടെ തൊഴുതിട്ട് നമ്മൾ നേരെ ബാക്കിൽ കുറേ കടകളും സംഭവങ്ങളൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോവുകയാണ്. കുഞ്ഞോട്ടന് കളിപ്പാട്ടങ്ങളോടൊരു ചായവുണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ പോയി തൊഴുത് വന്നിട്ട് മേടിക്കാമെന്ന് പറഞ്ഞു. നേരെ നമ്മളിത് ഈ പൊരിക്കട, അലുവക്കട ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോയി. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഒരു പൊരിയും അലുവയൊക്കെ മേടിച്ചു കൂട്ടാം. അത് കഴിഞ്ഞ് തിരിച്ച് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ കുഞ്ഞോട്ടൻ ഇത്രയും നടന്ന് കുഞ്ഞോട്ടന് നടക്കാൻ വയ്യാണ്ടായി, കാല് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ എൻ്റെ മേലെ പഠിച്ചു കയറി. അപ്പോൾ കുഞ്ഞോട്ടനെ പൊക്കിയെടുത്തത് കൊടുങ്ങല്ലൂർ അമ്മയുടെ മെയിൻ നടയുടെ അവിടെ വന്ന് നിൽക്കുകയാണ്. അവിടെ വെച്ചിട്ട് നമ്മളൊരു സെൽഫി ഫോട്ടോ എടുത്തു ഗൈസ്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് അങ്ങോട്ട് നേരെ പോയി കഴിയുമ്പോൾ റൈറ്റ് സൈഡിലൊക്കെ ഒരുപാട് കടകൾ, കരിമ്പിൻ ജ്യൂസ്, പിന്നെ ചെടികൾ, അതേപോലെയുള്ള കുട്ടികളുടെ കളിപ്പാട്ടങ്ങളുടെ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് വീണത് ഈ ചെടികളൊക്കെ വന്ന ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കടകൾ ഇതേപോലെ ഉത്സവമായി ബന്ധപ്പെട്ട് വന്നാക്കണേന്. പിന്നെ തൊട്ടപ്പുറം കരിമ്പിൻ ജ്യൂസിൻ്റെ ഒരു കടയുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ കുഞ്ഞോട്ടൻ കരിമ്പിൻ ജ്യൂസ് ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. അപ്പോൾ അതും നമ്മൾ കുടിച്ചു. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം കുറച്ച് തിരക്കിലായിപ്പോയി. അപ്പോൾ കരിമ്പിൻ ജ്യൂസ് വന്നതെന്ന് നോക്കി നമ്മൾ നിൽക്കുന്നു. അപ്പോൾ നമ്മളുടെ കരിമ്പിൻ ജ്യൂസ് ആ ചേട്ടൻ 2-3 പ്രാവശ്യം കരിമ്പിൻ അതിനകത്തിട്ട് ചതച്ച് മാക്സിമം കരിമ്പിൻ ജ്യൂസ് കുപ്പിയിലേക്ക് നിറച്ചിട്ടാണ്. ഇനി അത് നമ്മളങ്ങോട്ട് കുടിക്കണം. നാരങ്ങയൊക്കെ വെക്കോട്ടെ, നാരങ്ങ, ഇഞ്ചി അതൊക്കെ വെക്കുന്നതിൻ്റെ അകത്ത് നല്ല സൂപ്പർ ടേസ്റ്റാണ് സംഭവം. ഞാൻ 2-3 വട്ടമൊക്കെ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കോമരങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഒന്നും കൂടി കൊടുങ്ങല്ലൂർ അമ്മേനെ വണങ്ങിയിട്ട് തിരിച്ചു പോവാണ് ഗൈസ്. തിരിച്ചു പോകുന്നതെന്ന് വെച്ചാൽ കുഞ്ഞുട്ടിന് അപ്പോൾ ഒരു ചായ കുടിക്കണം എന്ന് പറഞ്ഞു. കുറച്ച് നേരം നടന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ബേക്കറി ഉണ്ട്, കൊടുങ്ങല്ലൂർ KR ബേക്കറി. അവിടെ പോയിട്ട് ഒരു കപ്പ് കേക്കും ഒരു ചായയും കുടിച്ചിട്ട് വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പതിപോലെ ഒരു സെൽഫിയും എടുക്കാൻ മറന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.